പിന്നെ നമ്മൾ ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? അത്തരം സമൂഹം നമുക്ക് ഓൾറെഡി നമ്മളെ മേലുകീഴാക്കിയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിനെ ഡീലേൺ ചെയ്യുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഗോത്രക്കാർക്ക് നമുക്ക് വളരെ എളുപ്പം നമുക്ക് ഈ നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഇനി ആ ലെയർ കുറച്ചുകൂടെ അടുത്താണ് അവർ നമ്മുടെ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ അവരുടെ രീതിയിലാണ് കൊടുത്തു തുടങ്ങുന്നതെങ്കിൽ അവർക്ക് അൺലേൺ ചെയ്യേണ്ടി വരത്തില്ല. നമുക്കിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒത്തിരി അൺലേൺ ചെയ്യാൻ ബാധ്യത വരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. വീടുകളിനകത്ത് അവർ വളരെ കുറച്ച് അവർ ഡയറക്റ്റായിട്ട് തന്നെ മരത്തെ കയറിക്കൊണ്ടിരിക്കുന്നതും പാടത്ത് നിൽക്കുന്നവരും തോട്ടിലിറങ്ങി മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. സത്യത്തിൽ നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് കുട്ടികളെ അഴിച്ചു വിടുന്നതിനെ പറ്റി നമ്മൾ പറയും. ഞാൻ സ്കൂളിലോട്ട് വന്നില്ല, ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമാണെന്ന്. ഈ നമ്മുടെ ഈ പോക്സോ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് പോക്സോ കേസുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു ചെറിയ 18 വയസ്സ് അറിയാം. 18 പറഞ്ഞ വിഷയം മനസ്സിലായി. 18 വയസ്സുള്ള ഒരു പയ്യൻ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അയാൾ ജയിലിൽ കിടക്കുന്നു കണ്ണൂർ. അത് ഇതുകൊണ്ടാണെന്ന് രാജാവിൻ്റെ ഭരണം നിൽക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ അയാൾ ഇതുപോലുള്ള കേസസ് എന്താ വെച്ചാൽ 14 വയസ്സ് മുതൽ തന്നെ അയാൾ സ്വയം മുതിർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം നേരത്തെ നമ്മൾ ഈ പണികളെ എടുക്കുന്ന കാരണം കൊണ്ട് നേരത്തെ അറിയുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഈ പറയുന്ന ശിക്ഷകളൊന്നും ഇങ്ങനെയല്ല. ശിക്ഷ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോഴും പറയും മാതൃകാപരമായ ശിക്ഷ എന്നാണ്. മറ്റുള്ളവരെ കാണിച്ച് വരട്ടാൻ വേണ്ടിയാണ് ശിക്ഷ. അത് രാജാവ് ചെയ്യുന്നതാണ്. ജനകീയ പ്രസ്ഥാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അല്പമെങ്കിലും ജനാധിപത്യം ഉണ്ടായ രാജ്യങ്ങളിലെല്ലാം ജയിലുകളില്ലാതായിപ്പോയി. അത് നമ്മൾ കാണണം. ജയിൽ കൂട്ടിപ്പോയ സ്ഥലങ്ങളുണ്ട്. നല്ല സ്കൂള് നടത്തിയ വകയില നമ്മളീ പറയുന്ന സാധനങ്ങൾ ഉണ്ടാകുന്നത് വഴിയാണ് ജയിൽ പൂട്ട്. മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ പൂട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പറയാൻ പോയ സമയത്തൊക്കെയാണ് നമ്മളതൊക്കെ ഇങ്ങനെ കാണുന്നത്. ജയിലുകൾ പൂട്ടിപ്പോയടൂ, മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതായി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അടച്ചു. തൊഴിലില്ലായ്മ. നമ്മൾ പോലീസുകാരാകാൻ പോയിരുന്നെങ്കിൽ ജയിലർമാരാകാനായിട്ട് പഠിച്ചു പോയവരുടെ അടപ്പുരിക്കും. കാരണം ജയിലിൽ പോയി നമ്മൾ ജയിലറാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളത് മനസ്സിലാക്കും. ഈ അടുത്ത് നമ്മൾ ചെയ്തൊരു സ്കൂൾ കാണും. എന്തത്ര സംശയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ബ്രോയിലർ ചിക്കന് ഭയങ്കര പാടാണ്. IT-ക്കാർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ സകല സ്വാമിമാരും ഇപ്പോൾ ഉള്ളത്. പള്ളിയിലച്ചന്മാരും സ്വാമിമാരും കൂടെ അവിടെ അങ്ങ് അടുത്ത് കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിത് പഠിപ്പിച്ചു തരാം, എന്ത് മാനസിക പ്രശ്നമൊക്കെ മാറ്റി തരാം. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ ഒരു വിഷമവും തോന്നിക്കാതിരുത്തും. പിന്നെ മുട്ടയിട്ട് ചത്തോളാൻ അതിനുള്ള ടെക്നിക്ക് പഠിപ്പിച്ചു തരുമെന്നുള്ളതാണ് ധ്യാനം. ധ്യാനിച്ച് ഡിപ്രഷൻ മാറ്റും. അതെ മെൻ്റൽ ഹെൽത്ത് സർവീസ് നമുക്ക് മനോരോഗികളെ ഒരു വശത്തോട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നാൽ വേണ്ടി വരും. എല്ലാ ജയിലിനകത്തും നിറച്ച് ആളായിപ്പോൾ, സ്ഥലമില്ലാതെ അതിഥി. അപ്പോൾ നല്ല ജയിൽ ഇഷ്ടം പോലെയാണ്. അമേരിക്കയിലാണെങ്കിൽ മുഴുവൻ പ്രൈവറ്റ് ജയിലുണ്ടാക്കി. അങ്ങനെ സകലരെ ഇപ്പോൾ ജയിലിലാക്കുന്നത്. ഇനി അവസാനം ഒരാളും കാണത്തില്ല ജയിലിലല്ലാത്തവർ. നല്ല ബിസിനസ്സാണ്. കാരണം ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൗരാവകാശങ്ങളില്ല. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുക, അടിമപ്പണി ചെയ്യിച്ച് എല്ലാ സാധനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടുത്തെ ജയിലിലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇപ്പം രാവിലെ മുതൽ 5 മണി വരെ പണിയെടുത്ത 300 ചില്ലറ റുപ്യ തൊഴിലുറപ്പിന് കിട്ടും. അവിടെ 500 ചില്ലറ റുപ്യ കിട്ടുന്നുണ്ടല്ലോ ജയിലിൽ പോയിട്ട്. നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഞാൻ കിടന്നിട്ടില്ല. പിന്നെ അതങ്ങനെ പറയണ്ട. അതൊക്കെ ഇവിടുത്തെ ഈ മുണ്ടന്മാർ ഇതിനകത്ത് ഈ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഈ ജയിലെന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. പിന്നെ വീട്ടിൽ ജനിച്ച് വളർന്നവർക്ക് പിന്നെ വലിയ വ്യത്യാസമൊന്നും ആദ്യം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പഞ്ചായത്തുകളിൽ നമ്മളിപ്പോൾ ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളാൽ കുറ്റവാളിയെ കിട്ടി കേട്ടോ. കുറ്റവാളിയാണ്. അപ്പോൾ ഞാനതിനകത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം,
ഇപ്പം ഞാൻ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന വാർഡ് മെമ്പറായിരുന്ന സമയത്ത് ഈ ബോർഡ് മീറ്റിംഗ് ഹാളിൽ നമുക്ക് പ്രാർത്ഥനയോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ ഈ ടൈമിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ രാവിലെ ബോർഡ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ഈശ്വര പ്രാർത്ഥന, അത് ആര് പാടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആര് പാടുന്ന അവൻ്റെ യുക്തികൾ. ഇപ്പോൾ ക്രിസ്ത്യനാണ് പാടുന്നതെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനായിരിക്കും, മറ്റേത് അല്ലെങ്കിൽ ഇപ്പുറത്തേതായിരിക്കും, അങ്ങനെയാണ്. ഇത് കഴിഞ്ഞാൽ ഇത് പിരിച്ചുവിടുന്നുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ പറയുന്ന പോലെ ജനഗണമന ഗതി ചൊല്ലിയിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. സത്യത്തിൽ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ശുദ്ധിയാവശ്യം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഞ്ചായത്തൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രേതഭാവമുണ്ടായത്, അതിൻ്റെ കണ്ടൻറ്റ് അത് അല്പം സ്വാതന്ത്ര്യം ഉണ്ടാക്കുമെന്ന് മനസ്സിലായിട്ടാണ് രണ്ടാമത് അത് റിഡീം ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവിടെ ശുദ്ധീകരിക്കുകയൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള പഞ്ചായത്തുകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ജനപ്രതിനിധികളായിരിക്കുന്നത് മാത്രമല്ല, ഈ ഗ്രാമസഭയിൽ പോകേണ്ടവരാണെന്ന് ഇവർക്കത് തോന്നണ്ടേ? ഇത് നമ്മൾ ഈ 75 വർഷമായിട്ട് ഈ പൗരബോധം ഉണ്ടാകുന്ന ആളുകളെ സ്കൂളിൽ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ആരും വരാത്തത്. അതാണ് സ്കൂൾ തുടങ്ങണമെന്ന് ഞാനീ പറഞ്ഞത്. അപ്പം ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പറയുകയാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് അല്പമെങ്കിലും നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്താണല്ലോ ഇരിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് തന്നെ നമുക്ക് ത്രിതല പഞ്ചായത്ത് രൂപപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ഓഫീസ് പിരിച്ചുവിടണം, തഹസീൽദാരുടെ ഓഫീസ് പിരിച്ചുവിടണം, കളക്ടറേറ്റ് പിരിച്ചുവിടണം, ഗവർണറെ ഇവിടുന്ന് പ്ലെയിന് കയറ്റി നമുക്കങ്ങ് തിരിച്ചും കൊടുക്കാം. അല്ലാതെ ഒരു ആവശ്യമില്ല ഇത്രയൊന്നും. കാരണം പഞ്ചായത്ത് ഉണ്ടായതാണ്, ത്രിതല പഞ്ചായത്ത് ഉണ്ടായപ്പോൾ പിന്നെ ഈ 3 ആവശ്യമില്ല. അതിന് പകരം അവരൊരു സൂത്രത്തിൽ എന്താ ചെയ്തത്? അധികാരപരിധി, അതിൻ്റെ അധികാരപരിധി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സ്ഥലം. അതാണ് ആ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. കാരണം ഭരിക്കാനായിട്ട് പറ്റുന്നത് മറ്റേതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ അക്കൗണ്ടബിളായിട്ട് ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വരുമല്ലോ. അപ്പോൾ ആ ഏരിയ അതിനകത്ത് സൂത്രത്തിലാണ് സെക്രട്ടറിമാരെ മറ്റിടത്തു നിന്ന് വലിച്ചിവിടെ വെച്ച് വയ്ക്കുന്നത്. ആ ഘടന മാറാതിരിക്കാൻ വേണ്ടിയാണ്. സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ വീണ്ടും പഞ്ചായത്ത് നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ടബിളാക്കുന്ന നമ്മുടെ സേവനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതൊരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമുള്ളതല്ലേ? കാരണം എന്താ വെച്ചാൽ റേറ്റിംഗ് എന്തിനു ചെയ്യും? നമ്മൾ ഡിജിറ്റൽ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിൽ റേറ്റിംഗ് ചെയ്യുന്നത്? അതായത് റേറ്റിംഗ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്വഭാവമാണെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞു തന്നെ? അല്ല, ഞാൻ ചോദിക്കാണ് അതിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഏത് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് റേറ്റിംഗ് സംവിധാനം? നിങ്ങൾക്ക് ഒരാൾ സേവനം ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കൊള്ളാവുന്ന, നിങ്ങൾ ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിയുമ്പോൾ കൊള്ളാവുന്ന എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണ്? 2 രീതി ചെയ്യുന്നു. ഫോൺ വഴി ചെയ്യും, ഫോണിൽ അവരുടെ വെബ്സൈറ്റ്. അതല്ല, ഫോണിൽ കൊടുക്കുന്ന സിസ്റ്റം. നിങ്ങൾക്ക് ചോദിക്കുന്നത് റേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്നാ ചോദ്യം. അല്ലാതെ ഫോണിൽ കൂടെ ചെയ്യുന്നതെന്നോ ഡിജിറ്റലായി ചെയ്യുന്നതെന്നുള്ള സാധനമൊന്നും അല്ല. അതൊക്കെ അതിനകത്ത് നിങ്ങൾ ഏത് തരത്തിലാണ്, ഏത് തരത്തിലെ ചെരുപ്പ് ഇടുന്നതെന്നോ ഏത് തരത്തിലെ ഹൈകളുടെ ഷൂ ഇടുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. ചെരുപ്പുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ റേറ്റ് ചെയ്യണം. റേറ്റിംഗ് ഇല്ലിപ്പോൾ. നിങ്ങൾ ഹോട്ടലുകാർ ചോദിക്കത്തില്ലേ റേറ്റ് ചെയ്യണമെന്ന്? അതാണ് അവർക്ക് അംഗീകാരം കിട്ടുന്ന സാധനം. അധ്യാപകരെ ഇതുവരെ ആരെങ്കിലും റേറ്റ് ചെയ്തിട്ടുണ്ടോ സ്കൂളിൽ? ഇതാണ് സ്ഥലം. നമ്മളീ പറയുന്ന സാധനമാണ് റേറ്റ് ചെയ്യേണ്ടതുണ്ട് പരസ്പരം. അപ്പോഴാണ് ആളുകൾ പരസ്പരം അക്കൗണ്ടബിൾ ആകുള്ളൂ. അത് എങ്ങനെ ചെയ്യുന്ന മെക്കാനിസത്തിനെ അല്ല. അത് പലതരത്തിൽ നമുക്ക് ചെയ്യാം. അത് ഏറ്റവും ആധുനികമായ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ചെയ്യണം. അത്രേ പറയാനൊക്കത്തുള്ളൂ. നമ്മളിപ്പം വോട്ട് ചെയ്യുന്നത് സ്റ്റാർ സിംഗറിന് വോട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യാൻ പറ്റുമോ? അത്ര ലളിതമല്ലേ. പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ പഴഞ്ചൻ വോട്ടിംഗ് സിസ്റ്റം ഒന്നും ഒരു ആവശ്യമേ ഇല്ല. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പോലും സത്യത്തിൽ ഇനി ആവശ്യമില്ലാത്ത ലോകത്താണ് സത്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. കാര്യം കൊണ്ട് നമുക്ക് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാവുന്ന കാലത്ത് നമ്മളുള്ളത്. അതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. അല്ലാതെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പണ്ടാണെങ്കിൽ ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടുക, തിരുവനന്തപുരം വരെ പോകണ്ടേ? ആരെങ്കിലും പോകേണ്ട കാര്യമുണ്ടോ? ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യമല്ലേ. ഒറ്റ വോട്ടേ ചെയ്യാനൊക്കത്തുള്ളൂ. അത് ആധുനികമായ രീതിയാണ്. ആ ഏരിയകളൊക്കെ നമ്മൾ ഇനിയും ചെയ്യാം. അത് നമ്മൾ റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മ്യൂച്വലാണ്.
ഊബർ ഡ്രൈവർ പുറകെ കയറുന്ന ആളിനെ റേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം സ്ഥിരം പരാതി കൊടുക്കുന്നൊരുത്തനാണ് എന്ന് അറിയാൻ വേണ്ടി വരും. അതിനാണ് ആ ഡ്രൈവറിൻ്റെ റേറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെയാണ് പഞ്ചായത്തിലെ ആ ഉദ്യോഗസ്ഥൻ നമ്മൾ പറയുന്ന ആൾ ഈ വന്ന ആൾ ശല്യക്കാരനാണെന്ന് റേറ്റ് ചെയ്താൽ അതും വേണം. അല്ലെങ്കിൽ പിന്നെ ശല്യക്കാരനായ ഒരുത്തന് നിനക്ക് ഞാനൊരു പണി ഒപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാം സംഘടിപ്പിച്ചിട്ട് എല്ലാ റേറ്റിങ്ങും മോശമാക്കരുതോ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ തിരിച്ച് ചെയ്യാൻ അതുകൊണ്ടാണ് മ്യൂച്വലാണത്. അതുകൊണ്ടാണ് ജനാധിപത്യ പൗരന്മാർ പരസ്പരമാണ് ബഹുമാനിക്കുന്നത്. പരസ്പരം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ കീ. ബഹുമാനം മേപ്പോട്ട് താഴോട്ട് പുച്ഛവും ഇതാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് പരസ്പരം ബഹുമാനമുള്ളവരും പരസ്പരം സഹകരിക്കുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം നന്ദിയുള്ളവരായിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പരസ്പരമാണ്. മറ്റേ നന്ദി നിങ്ങൾ അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ മേപ്പോട്ടല്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതലെന്ന് പറഞ്ഞാൽ തുല്യരായ മനുഷ്യർ അതാണ് സഹകരണം എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ കീ ആണിതൊക്കെ. ആ സാധനത്തിനകത്ത് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ് ഞാനിപ്പം നിങ്ങളത് പറയുന്നത്. മറ്റേത് ക്ലാസ് റൂമിൽ ഇപ്പം ഞാൻ ഇരുന്ന് ഈ പറയുന്ന അത്രയും പറയണ്ടേ ക്ലാസ് റൂമിൽ ഈ ടീച്ചർമാർ നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ല. 1950 47 കാര്യം വിടാം, കാര്യം കൊണ്ട് ഭരണഘടന ഉണ്ടായിട്ടില്ല. എന്നാലും 50 ഭരണഘടന ഉണ്ടായില്ലേ? 50 ഭരണഘടന ഉണ്ടാകുമ്പോൾ ജനുവരി 26 പ്രഖ്യാപിച്ചു. 27 ഞാൻ പൗരനാണെന്ന് തോന്നി ആരെങ്കിലും ഇന്ത്യയിലുണ്ടായിട്ടുണ്ടാവും? ആയിട്ടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഈ മുന്നേ വന്നിരിക്കുന്ന പ്രജയല്ല പൗരനാണെന്ന് തോന്നിയ ഒരു പോലീസ് സ്റ്റേഷനോ ഒരു വില്ലേജ് ഓഫീസോ ഒരു കോടതിയോ ഒരു സെക്രട്ടേറിയറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ പരീക്ഷ ഇംഗ്ലണ്ടിൽ നടത്തിയിരുന്നത് പോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രാൻസ്ഫർ ഇല്ലേ ഉദ്യോഗസ്ഥർക്കൊക്കെ? എന്തിനാണ് ട്രാൻസ്ഫർ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ട്രാൻസ്ഫർ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരെ ഭരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ജനങ്ങളുമായി ബന്ധം ഉണ്ടാകാതിരിക്കുന്നതിനാണ് ട്രാൻസ്ഫർ ഉണ്ടാക്കിയത്. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ജനങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ? ഇതൊന്നും ആലോചിക്കുന്നില്ലാരും. ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം കഴിയുമ്പം ഞാൻ ബ്രിട്ടീഷുകാരിങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, സായിപ്പ് പഠിപ്പിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ കറുത്ത കുടയല്ലയോ എല്ലാവർക്കും ഉള്ളത്? പണ്ട് അല്ലല്ലോ, നിങ്ങൾ പുതിയ ആളുകൾ അങ്ങനെ അല്ലാതായിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ കറുത്ത കുട പിടിക്കാതെ ഈ പഴയന്മാരെ ഒറ്റ ഒരുത്തനെ കാണത്തില്ല. എന്നാൽ ഉത്തരവാദിത്തമുള്ളവർ മുഴുവൻ കറുത്ത കുടയും പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. കറുത്ത കുട ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതുകൊണ്ട് അത് പിടിച്ചു നടക്കുകയാണ് ഇപ്പോഴും. കറുത്ത വോട്ട് കിട്ടിട്ടില്ലേ കോടതി പോകുന്ന എല്ലാ കോന്നന്മാരും. ഈ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ കഴുതകളെല്ലാം ഇരിക്കുന്നത് എങ്ങനെയാണ്? യുവർ ഓണർ എന്ന് പറയുമ്പോൾ അവനങ്ങ് കുളിരും. ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? പണ്ടൊക്കെ വിഗ്ഗൊക്കെ വയ്ക്കുമായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ വിഗ്ഗൊക്കെ എടുത്തു. ഇംഗ്ലണ്ടിൽ വിഗ് വെച്ചിട്ടിരിക്കണമായിരുന്നു. സർ 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 എന്നല്ലേ നമ്മുടെ പിണറായി ഒക്കെ ഇങ്ങനെ സ്പീക്കറോട് പറയുന്നുണ്ട്, സർ 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 എന്ന്. പോലീസുകാരൊക്കെ സർ സർ പറയുന്ന കേട്ടാൽ നമ്മളിങ്ങനെ അന്തം മുടി, ഇവനെ എവിടെ നിന്ന് എന്തു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു. ഇത് മുഴുവനീ മേളിലെ ഉള്ളവരെ കൊണ്ട് താഴെ ഉള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ജനാധിപത്യത്തിന് പറഞ്ഞ വടി, വാള്, വെട്ടുകത്തി, തോക്ക്. ഇതാണ് ഈ സിസ്റ്റം. അത് വെച്ചിട്ട് ജനകീയമായ ഒരു പണിയും നടക്കത്തില്ല. അങ്ങനെയുള്ള ഒരു രാത്രി കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉള്ള മാറ്റം കൊണ്ട് ഈ പ്രജയിൽ നിന്ന് പൗരനിലേക്ക് മാറത്തില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇല്ല. ഇതിന് വിദ്യാഭ്യാസത്തിനകത്തൂടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പൗരബോധമുള്ള സമൂഹം രൂപപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പരീക്ഷ. ഇപ്പോൾ നെതർലാൻഡ്സിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പരീക്ഷയും കാണത്തില്ല. അവർ എല്ലായിടൊന്നും ആയിട്ടില്ല. അവരെക്കാളും ഈ വിഷയം എനിക്ക് നന്നായിട്ട് പറയാൻ അറിയാം. അവർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാനീ നടന്നുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാത്ത, അവർക്ക് ഇത്രയും വൈവിധ്യമാർന്ന ജനതയുള്ള നാടൊന്നുമല്ല അതൊന്നും. ഒറ്റ ജാതിക്കാരനാണ് അവിടെ ഇരിക്കുന്നത്.
അതൊക്കെ അവർ കുറച്ച് കാര്യങ്ങൾ, അവർ വേറെ ആരെങ്കിലും അവിടെ ചില നല്ല റേസിസ്റ്റുകളാണ്, ജനാധിപത്യം വർക്ക് ചെയ്യുന്ന നാട്. അതുകൊണ്ട് അതൊന്നും മറക്കണ്ട. അതുകൊണ്ട് നമ്മുടെ അത്രയും മെച്ചപ്പെട്ടവരൊന്നുമല്ല വരുന്നു. ഭയങ്കര വൈവിധ്യമാർന്ന ജനതയുള്ള നാടാണ് നമ്മുടേത്. മറ്റേതങ്ങനെ ഒരൊറ്റ ഇനം പ്രസവിച്ച് കൂട്ടി വരുന്ന ഒരു കൊച്ചു സ്ഥലമാണ് ഈ നെതർലൻഡ്സ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളൊന്ന് പോയാൽ നിങ്ങളെ അതിനകത്തോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് അവിടുത്തെ മെച്ചപ്പെട്ട അവസ്ഥയൊക്കെ നമ്മൾ കാണുമ്പോൾ വല്ലതിനൊക്കെ വേറെ അമ്മമാർ നടന്ന് കൊള്ളയടിച്ചിട്ട് അവിടെ പൈസ കൂടെ ഉണ്ടാക്കിയിട്ടാണ് അതൊക്കെ നിൽക്കുന്നത്. നമുക്ക് കോളനി രാജ്യമൊന്നും ഇല്ലല്ലോ. പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞല്ലോ, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അവർ ഭയങ്കര നമ്മളെ റിസോർട്ട് പോലെ വെച്ച്, പക്ഷേ ഡെയിലി അവർ അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് വേസ്റ്റ് പാഴ്സൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് അവർ ചില ഏരിയകളിൽ അവർ കരണ്ട് രാജാവിനെ അവർ ഫിഗർ ഹെഡ് ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിൽ കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പണി എന്താ, അവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇതിനെ സൂവിൽ പോയി ആൾക്കാർ കാണുന്ന പോലെ ടൂറിസത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതല്ലാതെ അവിടെ വേറെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അവർ പണ്ടേ ചെയ്യുന്നുണ്ട്. അതുപോലെ കാണും വെച്ചേക്കാനേ ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. അവരെ ഉപയോഗിച്ച് ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഈ കുട്ടിക്കാലം തൊട്ട് വിധേയത്വം പഠിപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് രാജാക്കന്മാരെ കണ്ടാൽ കുളിര് വരും. മോഹൻലാലിനെ കണ്ടാൽ നമുക്ക് കുളിര് വരത്തില്ലേ? അയാളുടെ ദിവസം ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നത് ഇതുപോലെ കാര്യം പറഞ്ഞാൽ കുളിരങ്ങ് പോകും. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നോൺ അവൈലബിലിറ്റി എന്നുള്ളതാണ് അർത്ഥം. ഇത് രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ്. അതെല്ലാ സ്വാമിമാർക്കും അറിയാം. സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുത്തൽ, അമൃതാനന്ദയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണം. അപ്പോൾ അവർ രഹസ്യമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ സെലിബ്രിറ്റി ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഫോൺ വിളിച്ചാൽ സെക്രട്ടറി എടുക്കും, സാർ ഉറങ്ങുക, ആ സാധനമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെ ആണ് ഈ പണ്ട് രാജാവ് മുഖം കാണിക്കും, ബാൽക്കണി വന്നെന്ന് കൈവീശി കാണിക്കും. അപ്പോൾ അയ്യോ എങ്ങനെയാണ് അമ്പലത്തിൽ ഇങ്ങനെ കമന്ന് കിടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നതെന്ന് വിചാരിച്ചിട്ടൊരു ഒരു നിപ്പില്ലേ, ഇങ്ങനെ ദർശനം. ഇത് പഠിപ്പിക്കുന്നതിന് സ്ഥലമാണിത്.